ഹായ് മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ജെയ്മെയിൻ്റെ പരീക്ഷയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ്. അതിലെപ്പോഴും ചോദിക്കുന്ന 3 കോമ്പൗണ്ടുകളാണ്. ഒന്ന് NiCl4 2-, 2 NiCN4 2-, 3 NiCO4 2-. നിക്കലിൻ്റെ 3 കോംപ്ലക്സസ് ആണ് അല്ലേ. അപ്പോൾ ഈ 3 പേരുടെയും നമ്മൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇത് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ 3 പേരുടെയും ഹൈബ്രിഡൈസേഷൻ, ഷേപ്പ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ബിഹേവിയർ, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. NiCl4 ക്ലോറിൻ ആണ് വരുന്നെങ്കിൽ sp3 ആണ്, ടെട്രാഹീഡ്രൽ ആണ്, പാരാമാഗ്നറ്റിക് ആണ്. കാരണം ക്ലോറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. നിക്കൽ അവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. NiCN4 CN ആണ് വരുന്നെങ്കിൽ അവിടെയും നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. DsP2 ആണ്, സ്ക്വയർ പ്ലാനാർ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ആൻഡ് കാർബണൈൽ ആണ് വരുന്നെങ്കിൽ അവിടെ നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, sp3 ആണ്, ടെട്രാഹീഡ്രൽ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇനി ഇത് വെച്ചുകൊണ്ട് 2025 ജെയ്മെയിനിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. ഫ്രം ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് NiCl4 2- ആൻഡ് NiCO4 ചൂസ് ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക? NiCl4 2- നിക്കൽ 2+ ആയിട്ടാണ്, ടെട്രാഹീഡ്രൽ ആണ് അല്ലേ, കാരണം sp3 ആണല്ലോ. NiCO4 നിക്കൽ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ ആൻഡ് ടെട്രാഹീഡ്രൽ ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.